ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദു SI വന്ന് അനാമികയുടെ അച്ഛനെയും കൂടെ എന്ന ആ കിടുക്കൻ സീനാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. അങ്ങനെ നന്ദു SI എത്താണ്. ഇതേ സമയം ആദ്യം അനന്തപുരിയിൽ വരുമ്പോൾ അവിടെ എല്ലാവരെയും ഞെട്ടിപ്പിച്ചും കൊണ്ട് SI വന്ന നന്ദുവിന് വലിയൊരു സമ്മാനം തന്നെ മുത്തശ്ശൻ നൽകുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം മുത്തശ്ശൻ അത് നൽകുമ്പോൾ അവിടെ വലിയൊരു പ്രശ്നം തന്നെ ജാനകി ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ മരുമകൾക്ക് ഇന്നേ വരെ അച്ഛനും ഈ പറയുന്ന ദേവയാനിയായിട്ട് ആരും തന്നെ സമ്മാനം നൽകില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അതങ്ങനെ പറയരുത്. ഞാനല്ലേ ഇവൾക്ക് വന്നപാട് ഒത്തിരി സ്വർണങ്ങൾ കൊടുത്തത്, അത് എങ്ങോട്ട് പോയി എന്നുള്ളതിന് ഇന്നേ വരെ അവൾ മറുപടി തന്നിട്ടില്ല. പിന്നെ എന്താണ് എന്നിങ്ങനെ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം മുത്തശ്ശൻ പറയാണ്, ഇവിടെ ജാനകി നീ വെറുതെ വായിൽ തോന്നിയത് ഓരോന്ന് വിളിച്ച് പറയണ്ട. നിന്റെ മരുമകൾക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നിന്റെ മരുമകളുടെ കയ്യിലിരിപ്പ് അതാണല്ലോ എന്ന് പറഞ്ഞ ഉടനെ ജാനകി പറയണേ, അച്ഛാ എൻ്റെ മരുമകൾ എന്താ ഇത്ര വലിയ തെറ്റ് ചെയ്തത്? അതൊക്കെ ഇനി അറിയാൻ കിടക്കുന്നുള്ളൂ. നന്ദോ നീയൊന്നിങ്ങ് വന്നേ, കുറച്ച് കാര്യങ്ങൾ എന്നോട് പറയാനുണ്ട്. ഈ വീട്ടിൽ ഒരുപാട് ക്രൂരതകളും ഒരുപാട് സംഭവങ്ങളും അരങ്ങേറിയിരിക്കുന്നു. അതിനൊരു വിലങ്ങിടണ്ടേ? അതിന് നീ SI വന്നതിൽ പിന്നെ നിന്നോട് തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കാം എന്നും പറഞ്ഞിട്ട് നന്ദുവിനെ അങ്ങ് കൂട്ടിക്കൊണ്ടുപോവാണ് കേട്ടോ. എന്നാൽ ആ പറച്ചിലാവുമ്പോൾ അവിടെ നന്നായി വിയർക്കുന്നുണ്ട് അനാമികയുടെ അച്ഛനും അമ്മയും കേട്ടോ. അങ്ങനെ ആകെ പേടിക്കാണ്. അങ്ങനെ അനാമികയെ വേണു കൊണ്ടുപോവാണ്. എടി അവൾ ഇനിയിപ്പോൾ പോലീസ് ആയതുകൊണ്ട് തന്നെ നിന്നോടുള്ള വൈരാഗ്യം ഇന്നെയൊക്കെ അകത്ത് കയറ്റുമോ? അതൊന്നും പറയാൻ പറ്റില്ല അച്ഛാ. ഇനിയിപ്പോൾ എന്താ ഉണ്ടാവുക എന്ന് നമുക്ക് എല്ലാവർക്കും കണ്ടറിഞ്ഞ് കാണാം എന്നിങ്ങനെ പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം മുത്തശ്ശൻ കൊണ്ടുപോയിട്ട് നന്ദുവിനോട് പറയാണ്, അതെ നീ ഒരു SI ആയ സ്ഥിതിക്ക് നിന്നോട് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കാണ്. ഈ അനന്തപുരി തറവാടിനെ കുറിച്ച് നിനക്കറിയാലോ. പുറത്തോട്ട് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും എല്ലാവരും അത് ചോദ്യം ചെയ്യും. അതില്ലാതിരിക്കാനും ഒരു രഹസ്യമായ ഒരു അന്വേഷണം നടത്താനും നിന്നോട് ഞാൻ പറയുന്നു, ഉത്തരവിടുന്നു. നീ അത് ചെയ്യില്ല നന്ദു എന്ന് പറയുമ്പോൾ തീർച്ചയായും മുത്തശ്ശൻ എന്ത് പറയുന്നോ അത് ഞാൻ എന്തായാലും ചെയ്യുമെന്ന് പറയട്ടോ. ഇതേ സമയം വസുന്ധര പറയണ, മോളെ തെറ്റുപറ്റി. എൻ്റെ അനി ഈ വീട്ടിലെ ആദർശിനെ പോലെ തന്നെ നല്ലൊരു സ്വഭാവമുള്ളവനാണ്. പക്ഷേ അവൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം അവൻ്റെ മുഖത്ത് ഞാൻ പുഞ്ചിരി കണ്ടിട്ടില്ല. കാരണം അങ്ങനെ ഒരു ചുടല യക്ഷിയാണല്ലോ ഈ വീട്ടിലോട്ട് കൊണ്ടുവന്നത്. പക്ഷേ എല്ലാം സഹിച്ച് ഇവിടെ ഞങ്ങളെല്ലാവരും മിണ്ടാതെ ഇരിക്കുന്നത് അനന്തപുരി തറവാടിനെ കൊട്ടിഘോഷിക്കാൻ മറ്റുള്ളവർക്ക് ഒരു വഴി വെച്ച് കൊടുക്കേണ്ടല്ലോ എന്ന് കരുതിയാണ്. പിന്നെ കാര്യമായ തെളിവുകളും ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് മോളെ ഒരു തെറ്റ് ഈ മുത്തശ്ശിനെ പറ്റി ആദ്യമായിട്ടാണ് എൻ്റെ കൊച്ചുമകന് ഒരു പെണ്ണിനെ ഞാൻ തിരഞ്ഞെടുത്ത്. എൻ്റെ കൊച്ചുമകൻ ഒരുപാട് തവണ എന്നോട് വന്ന് പറഞ്ഞതാണ്, മുത്തശ്ശ ഈ വിവാഹം വേണ്ടെന്ന്. അവൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞത് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, അത് നടത്തണമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഈ ചുടലയക്ഷിയെ എൻ്റെ മകൻ ഇന്ന് വിവാഹം കഴിച്ചത്. പക്ഷേ ദേവിയാനി ഇന്ന് ഈ അവസ്ഥയിലായി. നയനയുടെ ലിവർ മാറ്റി വെക്കേണ്ടി വന്നു. പിന്നെ ഈ വീട്ടിൽ നിന്ന് ഒരുപാട് സ്വത്തും മുതലും പോയി. നവ്യയുടെ കുട്ടി നഷ്ടപ്പെട്ടിരുന്നു. ഇതെല്ലാം കാരണക്കാരി ആരാണെന്ന് എല്ലാവർക്കും നന്നായി അറിയാം. പക്ഷേ അതിന് വ്യക്തമായ തെളിവ് കിട്ടിയിട്ടില്ല. വ്യക്തമായ തെളിവ് കിട്ടിയാൽ എനിക്ക് അതിന് വേണ്ട കാര്യങ്ങൾ ഇനി ചെയ്ത് തുടങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവരെ തളയ്ക്കണം, അത് നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു എന്നിങ്ങനെ നന്ദുവിനോട് പറയണോ. ഇതേ സമയം നന്ദു പറയണ, തീർച്ചയായും മുത്തശ്ശൻ പറഞ്ഞ വാക്കുകൾ ഞാൻ ചെയ്യുമെന്ന് പറയണ്ടോ. എന്നാൽ ഈ സമയം മുത്തശ്ശൻ, മോളെ നീ എന്നോട് ക്ഷമിക്കണം. നിന്നെപ്പോലെ ഒരു മരുമകളെ ആയിരുന്നു ഈ വീടിന് ആവശ്യമെന്നുള്ള സത്യം എൻ്റെ അനി എന്നോട് പലതവണ പറഞ്ഞതാണ്. പക്ഷേ അവൻ്റെ ആ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ ഈ മുത്തശ്ശനായി എനിക്ക് കഴിഞ്ഞില്ല. എൻ്റെ കുഞ്ഞ് കരയുന്നതേ എനിക്ക് കാണാൻ പറ്റിയുള്ളൂ. എന്നാൽ ഇനി ആ തെറ്റെനിക്ക് തിരുത്തണം. അതുകൊണ്ട് തന്നെ കള്ളന്മാരെ പുറത്തോട്ട് വലിച്ചിടണം. എങ്കിലാണ് എൻ്റെ കുഞ്ഞിനൊരു സമാധാനമുള്ള ഒരു ജീവിതം ഇനി കിട്ടുകയുള്ളൂ എന്നിങ്ങനെ നന്ദുവിനോട് പറയുമ്പോൾ മുത്തശ്ശ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അക്കാര്യത്തെ കുറിച്ച് പറഞ്ഞ് ഈ വീട്ടിൽ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ട് നന്ദു അവിടെ നിന്നും ഇറങ്ങുമ്പോൾ അനാമിക, എന്താടി നീ മുത്തശ്ശനെ പോക്കറ്റിലാക്കാനുള്ള പരിപാടിയാണോ? അത് കേൾക്കുന്ന അനാമികയോട് നന്ദു, എടിപൊടിയൊക്കെ നിന്റെ വീട്ടിൽ ചെന്ന് നിന്റെ അച്ഛനമ്മമാരെ വിളിച്ചേക്ക്. എന്നാൽ ഇനി എന്നെ വിളിച്ചു കഴിഞ്ഞാൽ കേട്ട് നിൽക്കില്ല. ഈ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരാണെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് നീ എന്നെ ഇനി മുതൽ മേഡം എന്നുള്ള വാക്കേ ഉച്ചരിക്കാൻ പാടുള്ളൂ. ഇനി നീ എന്നെ എടിപൊടി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ വെറുതെ ഒന്നുമല്ല ഞാൻ എൻ്റെ കയ്യിൽ ഈ ലാത്തി കൊണ്ടു കിടക്കുന്നത്. അതിൻ്റെ ചൂടറിയാത്ത കുറവ് നിനക്ക് നന്നായുണ്ട്. അതുകൊണ്ടാണല്ലോ നീ ഇവിടെ ഒരുപാട് വേലത്തരങ്ങൾ ചെയ്തു വെച്ചിട്ടും നിന്നെ ആരും ഈ വീട്ടിൽ നിന്ന് പുറത്തിറക്കാത്ത. എന്നാൽ എനിക്ക് പുറത്തിറക്കാൻ കഴിയൂടി എന്ന് പറഞ്ഞങ്ങ് പോകുമ്പോൾ ഇതേ സമയം വേണു വന്നിട്ട്, എന്തിനാണ് നീ അവളുമായി ഒന്ന് തട്ടാൻ മുട്ടാനും പോയത്? പിന്നെ അവളിവിടെ ഈ വീട്ടിൽ ഇങ്ങനെ കയറി ഇറങ്ങുന്നത്. എടി പഴയതുപോലെയല്ല, അവൾ പോലീസ് യൂണിഫോമാണ് ഇട്ട് ഇരിക്കുന്നത്.
അവളെ വല്ലാതെ നീ ദേഷ്യം പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇനി ഉണ്ടാവാൻ പോകുന്ന എന്തെന്ന് നിനക്കറിയോ? അവളെ ദേഷ്യം പിടിപ്പിച്ച് കഴിഞ്ഞാൽ അവൾ ഒരു പക്ഷേ നമ്മളുടെ കുഴി തോണ്ടാൻ നിന്ന് കഴിഞ്ഞാൽ ഈ അനന്തപുരിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് പെരുവഴിയിലോട്ടാണ്. ഇപ്പോഴത്തെ നമ്മുടെ മാനസികാവസ്ഥ നിനക്ക് നന്നായി അറിയാലോ. വീടാണെങ്കിൽ ജപ്തിക്ക് നിൽക്കുന്നു, ഉപേന്ദ്രനാണെങ്കിൽ ഒരു ഭാഗത്ത് നിന്നും വരുന്നു. എന്നാൽ കാറിൻ്റെ കാര്യത്തിൽ അതൊന്ന് എന്തെല്ലാം പ്രശ്നങ്ങളാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. അത് കേൾക്കുന്ന അനാമിക, ഞാൻ എന്തെല്ലാം ഈ അനന്തപുരി വന്നതിന് ശേഷം നിങ്ങൾക്ക് തന്നു, എൻ്റെ സ്വർണ്ണാഭരണങ്ങൾ തന്നു, വല്യമ്മയുടെ സ്വർണം തന്നു, ഇതെല്ലാം തന്നിട്ടും നിങ്ങളുടെ കടം വീടുന്നില്ല. അച്ഛനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അത്രയല്ലേ, ഇതിൽ ഞാനൊന്നും കുറ്റവാളിയല്ല. അത് കേൾക്കുന്ന വേണു പറയാണ്, നീ പരസ്പരം കുറ്റപ്പെടുത്താനല്ല ഇപ്പം നോക്കേണ്ടത്. എങ്ങനെയെങ്കിലും ഞാൻ പറഞ്ഞത് നീ ചെയ്യേ, എങ്ങനെയെങ്കിലും കുറച്ചും കൂടി പണം ഇവിടെ നിന്ന് അടിച്ചു മാറ്റി, എങ്കിൽ മാത്രമാണ് ആ ഉപേന്ദ്രനെ ഒന്ന് നിലക്ക് നിർത്താനും വീട് ജപ്തിക്ക് വന്ന ആ ജപ്തി നോട്ടീസ് ഒന്ന് ഒഴിവാക്കാനും കഴിയുള്ളൂ. അല്ലെങ്കിൽ എടി നമ്മൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ 3 പേര് പിന്നീട് വിഷം, അതാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനാമികക്ക് ഭ്രാന്താവാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിൽ നവ്യയും നയനയും തമ്മിൽ നിന്ന് പറയണേ, എന്തായാലും നമ്മുടെ നന്ദു പോലീസ് യൂണിഫോം ഇട്ടതിൽ അവൾ വല്ലാതെ അങ്ങ് പേടിച്ചിട്ടുണ്ട്. അത് കേൾക്കുന്ന ദേവയാനി വന്നിട്ട് പറയണ, ആ ശരിയാണ്, അവൾ പേടിക്കണം. കാരണം അവൾ ഇന്ന് എൻ്റെ ഈ അവസ്ഥയിലാക്കിയത് അവളാണ്. പക്ഷെ അതിലവളോട് എനിക്ക് സ്നേഹമാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം എന്താ, എൻ്റെ നയനമോളെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. നയനമോളെ എനിക്ക് ലിവർ തന്നതുകൊണ്ടും പിന്നീടുള്ള ആ ദിവസങ്ങളിൽ നീ എന്തെന്ന് അറിയിക്കാനും അവൾ തന്നെയാണ് എനിക്ക് കാരണമായത്. അവളെനിക്ക് വിഷം തന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ഉള്ളിൽ വലിയ വിഷം കൂടി തന്നെ എൻ്റെ ലിവർ നഷ്ടപ്പെട്ടിരുന്നു എന്നിങ്ങനെ ദേവയാനി പറയണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന നബിക്ക് നയനക്ക് ഒത്തിരി സന്തോഷമാവാണ്. എന്നാൽ ഇവർ മാറി നിന്ന് ചിരിക്കുന്നതും കളിക്കുന്നതും കാണുമ്പോൾ അനാമികക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങനെ നന്ദു അന്വേഷണത്തിന് ഇറങ്ങാണ്. അന്വേഷണത്തിൽ ഇറങ്ങുമ്പോൾ നന്ദുവിനെ ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളാണ് നന്ദുവിൻ്റെ കൈകളിൽ കെട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ഉപേന്ദ്രൻ എന്നല്ല, ഒരുപാട് ആളുകളുടെ കയ്യിൽ നിന്നും തട്ടിപ്പും വെട്ടിപ്പും നടത്തി വേണു ഓരോരുത്തരെയും പറ്റിച്ചും വെട്ടിച്ചുമാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത്. ഒരു വീടല്ല, പല വീടുകളും വാടക കൊടുക്കാതെയും കണ്ട് അവിടെ നിന്ന് അടിച്ചിറക്കിയിട്ടുണ്ടെന്നും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പണം കൈക്കലാക്കി വേറെ ഒരു സ്ഥലത്തോട്ട് പോവുകയും പിന്നീട് തൻ്റെ മകളെ ഓരോരുത്തരെയും പണച്ചാക്കുകളായ ആളുകളെ വരയിലാക്കിയതിന് ശേഷം അവരുടെ പണമെല്ലാം മകളെ കൊണ്ട് കൈവശം വെപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള സത്യങ്ങളെല്ലാം ഇങ്ങനെ നന്ദു അറിയാൻ കേട്ടോ. അങ്ങനെ നന്ദു ഈ ഒരു സത്യങ്ങളെല്ലാം അറിയുമ്പോൾ നന്ദു ആകെ ഞെട്ടിപ്പോവാണ്. അപ്പോഴാണ് നന്ദുവിനെ ഞെട്ടിപ്പിക്കുന്ന വേറൊരു സത്യം കൂടി അറിയുന്നത്. അനാമിക ഒരുപാട് വിവാഹം കഴിച്ചിട്ടുണ്ട്, അനാമികയ്ക്ക് 3-4 വിവാഹത്തിലേറെ വിവാഹങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള സത്യം നന്ദു അറിയുന്ന കേട്ടോ. എന്നാൽ ഈ സമയം ഇത് ഇനി മുത്തശ്ശനെ അറിയിക്കണം, അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഉപേന്ദ്രനെയും അതുപോലെ തന്നെ ആരൊക്കെ കയ്യിൽ നിന്നാണ് വീണ് പണം വാങ്ങിയത് അവരെ എല്ലാം കൊണ്ടുവരണം എന്ന ഒരു തീരുമാനം നന്ദു എടുക്കാനായിട്ട്. അങ്ങനെ നന്ദു മുത്തശ്ശൻ്റെ അടുത്തോട്ട് വരികയാണ്. ഇതേ സമയം അനാമിക നന്നായി പേടിക്കുന്നുണ്ട്. ഈശ്വര, ഇവളുടെ കയറി വരവ്, അവളുടെ മുഖത്ത് തന്നെ ഒരു ദേഷ്യവും വാശിയും ഒക്കെ കാണുന്നുണ്ടല്ലോ. ഈശ്വര, ഇനിയിപ്പോൾ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഇവളുടെ വരവ്? ഇനി ഇവിടെ ഈ കിളവനോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് ഇനി പടിയിറങ്ങേണ്ടി വരുമോ? ഈശ്വര, ഇനി തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നും നടത്താതെ ഇനി മുന്നോട്ട് പോവുകയാണ് നല്ലത്. എന്ത് ചെയ്യാൻ, അച്ഛനമ്മമാരുടെ കാര്യം ആലോചിക്കുമ്പോൾ അതും സങ്കടമുണ്ട് എന്നിങ്ങനെ അനാമിക പറയട്ടോ. എന്നാൽ നന്ദു ആണെങ്കിലും മുത്തശ്ശനോട് എല്ലാ സത്യങ്ങളും വെളിപ്പെടുത്താണ്. മുത്തശ്ശനോട് പറയാണ്, ഒന്നുമില്ലാത്ത തെരുവ് കുടുംബമാണ്, ഒരു വീട് പോലും അവരുടെ പേരിലില്ല, സ്വന്തമായി ഒടുക്കാനും ഇതാക്കാനും ഒന്നും പോലും ഇല്ലാത്ത കൂട്ടങ്ങളാണ് ഈ അനാമികയും വേണു രേവതി എന്ന സത്യം മുത്തശ്ശനോട് വെളിപ്പെടുത്തുമ്പോൾ മുത്തശ്ശൻ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. പിന്നീട് മുത്തശ്ശൻ ഈ സത്യം ദേവയാനിയോട് പറയാണ്. ദേവയാനി, ഉടുതുണിക്ക് മറുതുണി പോലും ഇല്ലാത്ത കൂട്ടങ്ങളാണ് ഈ വേണുവും ഈ പറയുന്ന അനാമികയും. നീ എന്തെല്ലാം പറഞ്ഞ് നയനയും നവ്യയും നീ പറയുന്ന നന്ദുവിനെയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നിനക്ക് കിട്ടിയ ഒരു ബന്ധമോ, നീ എന്തെല്ലാം പറഞ്ഞിരുന്ന സ്റ്റാറ്റസ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് തറവാട് മഹിമയുള്ള പെൺകുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പേരിന് ഒരു തറവാട് പോലും ഇല്ലാത്തവരാണ് അവർ എന്നെങ്ങനെ പറയുമ്പോൾ ദേവേനി പറയണം, അച്ഛ ഇനിയും എന്നെ ആ വാക്കുകൾ പറഞ്ഞ് മുറിവേൽപ്പിക്കല്ലേ. എനിക്കതൊക്കെ കേൾക്കുമ്പോൾ എന്നെ തന്നെ എനിക്ക് പച്ചക്ക് കത്തിക്കാനാണ് തോന്നുന്നത്. അത്രയും വലിയ തെറ്റാണ് ഞാൻ എന്നോട് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ ദേവയാനി തന്നെ ദേവയാനിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് കേട്ടോ. എൻ്റെ നയനമോളെ ഇപ്പോൾ ഞാൻ മനസ്സറിഞ്ഞ് സ്നേഹിക്കുകയാണ് അച്ഛാ. കഴിഞ്ഞ കഥകൾ ഒന്നും തന്നെ എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. നേറിയാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ ഒരു കാര്യം എന്നോട് പറയണ്ട. എൻ്റെ അനിമോൻ്റെ ജീവിതം അത് സേഫ് ആവണം. അവളെ എന്നേക്കുമായി നമ്മുടെ അനിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. അത് എത്ര ലക്ഷം കൊടുത്താലും വേണ്ടില്ല. അത് കേൾക്കുന്ന നവ്യ പറയാണ്, എൻ്റെ വല്യമ്മേ, അവൾക്ക് ലക്ഷമൊന്നും കൊടുക്കരുത്.
അവളിവിടുന്ന് ഓടിക്കണക്കിന് പൈസ മുക്കിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അതും കൂടി ഇവിടെ വെച്ചിട്ട് അവളോട് പോവാൻ പറയണം എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇനിയൊക്കെയുള്ള സീനുകൾ നല്ല അടിപൊളി തന്നെയാണ്.